രണ്ടെണ്ണം ഇവിടെ ഉറങ്ങുന്നു, ഒരെണ്ണം ഇവിടെ ഉറങ്ങുന്നു, ഒന്ന് ദേ കമന്ന് കിടന്നുറങ്ങുന്നു. അച്ചാച്ചി കാവലിരിക്കുന്നു ഒന്ന് ഉരുണ്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാവല താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഇപ്പോൾ നന്ദൂട്ടൻ്റെ പണി ഇതെല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്ന. കളിക്കുമായിരുന്നു ഇവിടെ. അജിത വന്നാൽ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അജിത ഇന്ന് പുറത്ത് പോയതാ. അയ്യോടാ ഇതിനെ പിടിച്ചു വെച്ചേക്ക് നോക്കി. സുലുവമ്മയും കണ്ണനും കൂടെ ആശുപത്രി പോയി. ഉഷയമ്മയും കുഞ്ഞാവയും കൂടെ വയനാട് പോയി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അണ്ണാണ് ഈ ക്ലാസ്സിന് പോയി. ഇത് കണ്ണും തുറന്ന് കിടക്കുവാണല്ലോ. എന്നെ ചക്കടേ എന്നാ ഓടഞ്ചൂട്ടനെ അല്ലോ എന്നാ അല്ലു എന്നാ അല്ലു ഓർക്കച്ച എന്നാ എന്നാ പറ്റിയേ? ഓഹോ എന്നാ അമ്മയെ കാണണോ? വാ അമ്മ എടുത്ത് പറ. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ബിരിയാണി കൊള്ളാവോ? ഇനി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയോ വിടൂ? ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം അല്ലേ? കൊറേ നേരം കൊണ്ട് എന്നോട് പറയുന്നുണ്ട് സൂപ്പർ അപ്പേ സൂപ്പർ. ഓരോ വായിൽ പറയാം. കാരണം അവന് പനി കഴിഞ്ഞിട്ട് വായേ ഇപ്പോഴായിരിക്കും ടേസ്റ്റ് വന്നേ. ആയിക്കോ തക്കാളിയോ ഇച്ചിരി കൂടെ. പൂച്ചയോ? പൂച്ച അങ്ങനെ ബിരിയാണി മതി വെച്ച് വിഴിഞ്ഞോണ്ടിരിക്കുന്ന. എന്താ നിങ്ങൾ തുറക്കാത്ത? ഹായ് നന്ദോട്ടാ. അയ്യോ തീ പറക്കുന്നു വായുന്നു. എന്റെ അമ്മോ തീ പറക്കുന്നേ. ചേച്ചി സൗണ്ട് പറഞ്ഞ ചേച്ചി. എന്താ പറ്റിയിടൂ? അവളെ അടിച്ചോ? ആര്? തറ കൊച്ചിനെ വീഴിച്ചോ? അതുകൊണ്ടാണോ തറക്കിട്ട് അടി കൊടുത്തേ? വേറെന്തോ ഇത് വെടി വെച്ച് കൊന്നേരുത്തറേ. നന്ദുവിനെ വീഴിച്ചോ തറ? അയ്യോ പോട്ട് സാരമില്ല. കിടുവിന് പനിയായിട്ട് 2 ദിവസമായി സ്കൂളിൽ പോയിട്ട്. അവൻ പട്ടാളക്കാരൻ. കൊള്ളാം പൊളിച്ച്. മറ്റേ കൈ കൊണ്ടാ സല്യൂട്ട് ചെയ്യുന്നേ. മെടുക്കൻ മണിയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ കുരങ്ങന്മാർ ഇത്രയോ? ഞാൻ കുറേ നേരം കൊണ്ട് കാണുക. കുറച്ച് തിന്നോട്ട് കുഴപ്പമില്ല, പോട്ടെ. വിശമല്ലേ? കപ്പയൊക്കെ പിഴുന്നുണ്ടായിരിക്കും. മേളിലും കാണും. ഒത്തിരി ഉണ്ടായിരുന്ന ചേച്ചി. എന്റെ പാത്തു വെറുതെ. പാത്തു കിട്ടിയോ? പാത്തു കുരങ്ങിനെ കിട്ടിയോ? ഉമ്മച്ചാ നിന്നെ എടുത്തോണ്ട് പോകാം കേട്ടോ. പാഷൻ ഫ്രൂട്ട് തിന്നുമായിരുന്നമ്മേ. കാലിൽ തന്നെ പറ്റിയ ബ്രൗണിങ് വന്നേ. അപ്പ ചോദിക്കട്ടെ, അപ്പയുടെ കുഞ്ഞിന് എന്താ പ്രശ്നം? എന്തിനാ വാതിലിന്റെ താക്കോലെടുത്ത് എറിഞ്ഞേ? അലമാരി താക്കോൽ എന്തിനാ എറിഞ്ഞേ? മുഖം പൊത്തിപ്പിടിച്ചാൽ എനിക്ക് മനസ്സിലാവത്തില്ല. എടാ വാ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞ എങ്ങനെ മനസ്സിലാവുന്നേ?
അപ്പന്റെ പൊന്നെ എന്തിനാടി കരയുന്നേ? അമ്മയുടെ പൊന്നല്ലേടി നീ? സുലമ്മേ, അമ്മേ, എന്തിനാ അമ്മ എന്റെ കുഞ്ഞു കരയുന്നേ? നീ എന്താ പറഞ്ഞ നീ 2 മാസം കഴിഞ്ഞ് മരിച്ചു പോന്ന്? അതെവിടുന്ന് കിട്ടിയ മോളാ? കിടുവേ, നമുക്ക് നന്ദൂട്ടനെ വിളിച്ചോണ്ടൊന്ന് കളിച്ചാലോ? അവളെ കാണണ്ടേ? നമുക്കൊരു കാര്യം 2 മാസം കഴിയുമ്പോ മരിച്ചു പോകുന്നവന്. അയ്യേ ചിരി വരുന്നു. ഏകലടിച്ചോട്ട് ചിരിക്കാൻ അറിയാ കിടു. നമുക്ക് അക്കരയ്ക്ക് പോയാലോ? അപ്പയും കുഞ്ഞൂടെ ഓട്ടോയ്ക്ക് പോവാം. താക്കോൽ എവിടെയാ കളഞ്ഞെന്ന്? ആരുടെ താക്കോലാ കളഞ്ഞേ? അച്ചാച്ചി എവിടെ പോയാ? അച്ചാച്ചിയുടെ ഒരു സാറില്ലേ മരിച്ചു പോയേ, അടക്കാൻ പോയതാ. അതേന്ന് വിട, അത് പൊട്ടിപ്പോ അത് പൊട്ടിപ്പോ. അപ്പടെ പോന്നെ അതങ്ങ് വിട്ടേ. മരിച്ചു പോയ ഒരു സാറിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ അച്ചാച്ചി പോയ? അതല്ലേ മോനെ കൊണ്ടുപോഞ്ഞേ? എന്തോ ആണോ? മേളിൽ അവിടോട്ടൊന്ന് പറഞ്ഞു വിട്ടേ ഉഷമേ. അജിതയുടെ റൂമിൻ്റെ അവിടോട്ട് പറഞ്ഞു വിട്ടേരെ. ആ അവിടെ അല്ല, അവിടെ ഉണ്ട്. എന്നിട്ട് പാടുഞ്ഞു. എൻ്റെ പൊന്നിനെ എന്തിനാ കരയിച്ചേ? അച്ചാച്ചിയാണോ കരയിച്ചേ? പിന്നെ സുലുവമ്മയോ? താക്കോലെടുത്ത് വെച്ചിട്ട് പോണോന്ന് പറഞ്ഞോ? എന്നാ പിന്നെ ആ താക്കോൽ അങ്ങ് എടുത്ത് വെച്ചാ പോരെ? എനിക്കൊരു വെള്ളം പോലും തരൂലെന്ന് പറഞ്ഞു. അച്ചാച്ചിയോ? അതെന്താ തരാത്ത വെള്ളം? വെള്ളം തരത്തില്ലെന്ന് പറഞ്ഞു. അതെന്താ വെള്ളം തരാത്ത? താക്കോല് കളഞ്ഞോണ്ടാ? അല്ല, പിന്നെ ഞാൻ താക്കോലെടുത്ത് എറിഞ്ഞേന്. എന്റെ കുഞ്ഞിന് വെള്ളം തരത്തില്ലെന്ന് പറഞ്ഞോ? അപ്പൊ തരുമല്ലോ എന്റെ പൊന്നിന്. അപ്പൊ എന്റെ ഒരേ ഒരു പൊന്നല്ലേ? കുടിക്കാൻ തരൂലെന്ന് പറഞ്ഞു. അപ്പൊ തരാലോ. ഇല്ല, നമുക്ക് തോട്ടിൽ വെള്ളച്ചാട്ടത്തിൽ പോയി വെള്ളം കുടിക്കാം. അവിടെ വെള്ളം കുടിച്ച പച്ചവെള്ളമല്ല, പച്ചവെള്ളം കുടിച്ച പനി പിടിക്കൂല. ഓ അപ്പൊ അതൊക്കെ അറിയാം നിനക്ക്, പച്ചവെള്ളം കുടിച്ചാൽ പനി പിടിക്കുമെന്ന്. അവിടെ ചെന്ന് നമുക്ക് ചൂടാക്കി കുടിക്കാം. ചൂടാക്കി കുടിച്ചാലും പനി. അല്ല, ഈ 2 മാസം കഴിഞ്ഞ് മരിച്ചു പോകുന്ന ആരാ പറഞ്ഞു തന്നെ? അതെവിടുന്ന് പഠിച്ചതാ? ഫാനിന്റെ എത്രയാവും മരിച്ചു പോകും? ഫാനിന്റെ എത്രയാവുമ്പോഴോ? അങ്ങനൊന്നും മരിച്ചൊന്നും പോത്തില്ല. അതിനാണോ വിഷമം? എൻ്റെ പൊന്നു മോൻ അങ്ങനൊന്നും പോകത്തില്ല. എടാ, അപ്പയൊക്കെ മരിച്ചു പോയി കഴിഞ്ഞിട്ടല്ലേ മോൻ മരിച്ചു പോകത്തുള്ളൂ. ഒരു മിനിറ്റ്. ഫാനിൻ്റെ അത്രയും നമ്മളാവത്തില്ലടാ. ഇല്ല, ഫാനിൻ്റെ അത്രയൊന്നും നമ്മളാവത്തില്ല. കണ്ണൻ്റെ റൂമിൽ ഇരിക്കുന്ന ഫാനിൻ്റെ അത്രയോ? അത്രയൊന്നും നമ്മളാവത്ത് പോലും ഇല്ല. നീ മരിക്കുവാന്ന് പറഞ്ഞാൽ എന്തുവാ? മരിച്ചിട്ട് അങ്ങനെയൊന്നും ആവത്തില്ല. ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടിയ കോളാ ഇത്? അങ്ങനെയൊന്നും മരിച്ചൊന്നും പോകത്തില്ല കേട്ടോ. അത് വഴക്കാളികളൊക്കെയാ. എൻ്റെ മോൻ വഴക്കാളിയല്ലല്ലോ. വഴക്കാളിയാണോ? എൻ്റെ മോൻ പഠിച്ച് മിടുക്കനായിട്ട് പഠിച്ച് വലിയൊരാളായി ജോലിയൊക്കെ ചെയ്ത് കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരുമൊക്കെ ആയി. ആ പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞിട്ടേ മരിച്ചു പോകത്തുള്ളൂ. അപ്പോഴത്തേക്ക് അപ്പയും അച്ഛയൊക്കെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ആവും. ഞാനിങ്ങനെ ചോദിക്കും, കിടുവേ ഇത്തിരി വെള്ളം തരുമോ? പല്ലൊക്കെ കൊഴിഞ്ഞ്. അപ്പോൾ പറയും, അപ്പോൾ കിടു എന്തോ പറയും? അപ്പം എന്നെ നോക്കുമോ നീ? അതോ നീ നിൻ്റെ ഭാര്യയെ മാത്രമേ നോക്കത്തുള്ളൂ? ഭാര്യ നിൻ്റെ കല്യാണം കഴിക്കുന്ന അവളെ മാത്രമേ നീ നോക്കത്തുള്ളൂ? അതോ അപ്പയ്ക്ക് വെള്ളമൊക്കെ തരുമോ? ആ, അപ്പം മോൻ ഒത്തിരി വർഷം കഴിഞ്ഞാൽ മരിക്കത്തുള്ളടാ. ആ, മോനും വലുതായി കുറേ കാലം കഴിഞ്ഞിട്ടേ അപ്പയൊക്കെ മരിക്കും. മോനൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട്. അതിനിപ്പോഴേ പേടിക്കുന്നത് എന്തിനാ? അപ്പയ്ക്ക് വെള്ളം തരുമോ വയസ്സായി കഴിയുമ്പം? അമ്മൂമ്മയായിട്ടപ്പം നടക്കുമ്പം കിടുവേ ഒരു ഷവർമ മേടിച്ച് തരുമോ? കിടുവേ ഒരു സ്പൈഡർമാൻ മേടിച്ച് തരുമോ എന്ന് അപ്പം ഇങ്ങനെ വയസ്സാം കാലത്ത് ചോദിക്കും, വടിയിടിച്ച്.
അമ്മൂമ്മയല്ലേ പിന്നെ എന്തിനാ സ്പൈഡർമാൻ? അമ്മൂമ്മമാർക്ക് ആ സ്പൈഡർമാനൊക്കെ വേണ്ടേ? ഞങ്ങൾ വെറുതെ ഇരിക്കുമല്ലേ. അല്ല പിള്ളേരൊക്കെ സ്പൈഡർമാൻ കളിപ്പാട്ടം പിന്നെ നീ എവിടെയെങ്കിലും പോയിട്ട് ഒരു എനിക്ക് എന്തിനാ സ്പൈഡർമാൻ മേടിച്ചോണ്ട് വരുന്നത്? എന്തിന് ആ ഞാൻ പിള്ളേരല്ലല്ലോ. ആണ്? അപ്പം പിള്ളേരാണോ? അല്ല പിന്നെ അപ്പ വലുതല്ലേ. അപ്പം വലുതാ. പിന്നെ നീ എനിക്ക് എന്തിനാ സ്പൈഡർമാൻ്റെ പാവയൊക്കെ മേടിച്ചോണ്ട് വരുന്നത്? മുടിയും അത് 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 പൊട്ടിപ്പോയി. പോയോ? ആ ആ വിഷമം മാറിയോ? ഇല്ല. വിഷമം മാറിയില്ല. ഇപ്പം എന്തോ വിഷമം? ഇനി എന്നാ വിഷമം? അപ്പം കുഞ്ഞോടെ ഒന്ന് കറങ്ങാൻ പോയാലോ? അക്കരയ്ക്ക് പോയി ഓട്ടോയിൽ പോയിട്ട് അക്കരെ പോയിട്ട് നടന്ന് കടയിലൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് പിന്നെ അപ്പം കൊണ്ടുപോയിട്ട് കൊണ്ടുവരാമോ? അപ്പയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. ഞാനും വരും. വരുമോ? കള്ളന്മാരാരെങ്കിലും വന്നാൽ എന്തോ ചെയ്യും? അത് നമ്മൾ ഒരു ചുറ്റികെടുത്ത് തലക്കടിക്കും. യോ കള്ളൻ ചത്തു പോകത്തില്ലേ? കള്ളന് വീട്ടിൽ പോകണ്ടേ? കള്ളനും ഇല്ലേ അച്ഛനും അമ്മയും പിള്ളേരും ഒക്കെ? അതല്ല കള്ളന്മാർ നമ്മളെ തല കൊല്ലൂല്ലേ? ഇല്ല കള്ളന്മാർ വരുമ്പോൾ പറഞ്ഞാൽ മതി നമ്മുടെ കയ്യിലൊന്നും ഇല്ല കള്ള, പോയി പണിയെടുത്ത് ജീവിക്കട കള്ളാന്നങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ ഇല്ലെങ്കിൽ അപ്പയോട് പറഞ്ഞാൽ മതി, അപ്പ ഫാമിൽ പണി തരുമെന്ന് പറയണം കള്ളനോട്. അല്ലേ പറമ്പിൽ പണിയുണ്ടെന്ന് പറയണം. ഞങ്ങളുടെ അതിന് ബാഗൊന്നും ഇല്ലെന്ന്. ആ നമ്മുടെ ബാഗൊന്നും ഇല്ലല്ലോ അല്ലേ? ഞങ്ങളുടെ ഈ ഫോൺ മാത്രമേ ഉള്ളെന്ന്. ആ അതാണെങ്കിൽ വിലയില്ലാത്ത ഫോണാ അല്ലേ? പിന്നെ എന്തിനാ കള്ളന്? പിന്നെന്തുവാ പൈസ മോഷ്ടിക്കുന്നത്? നമ്മുടെ പൈസ ഇല്ലല്ലോ മോഷ്ടിക്കാൻ. അല്ലപ്പ ആ പാല് മേടിക്കുമ്പോ നമ്മളൊരു പാലും മുട്ടയും കൂടെ മേടിക്കുമ്പോ ഉണ്ടല്ലോ കള്ളമായി മോഷ്ടിച്ചോണ്ട് പോകത്തില്ലേ? നമ്മുടെ പാലും മുട്ടായും ഒക്കെ അല്ലേ? ആ എൻ്റെ ദൈവമേ എന്തോ ചെയ്യും? ചായ ഇടാൻ എന്തോ ചെയ്യും? അത് കള്ളന്മാർ നമ്മുടെ മോഷ്ടിക്കും. ആണോ? കള്ളന് പക്ഷെ ചുറ്റിയൊക്കെ എടുത്തൊന്നും അടിക്കല്ല. കള്ളനോട് പറഞ്ഞു കൊടുത്താൽ മതി, കള്ള ഈ പാല് ഒന്നും അങ്ങനെ പറ്റത്തില്ല, വന്നാൽ ഒരു ചായ ഇട്ട് തരാം അല്ലേ? ആ പാലൊന്നും മോഷ്ടിച്ചോണ്ട് പോകണ്ട, നിൻ്റെ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ നമ്മുടെ പശുവിനെ കറന്ന് പാല് തന്നോടാന്ന് പറയണം. ആരെയും നമ്മൾ കൊല്ലരുത്, ആരെയും നമ്മൾ അടിക്കുമല്ലേ, ആരെയും നമ്മൾ ഉപദ്രവിക്കല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാക്കാലോ നമ്മൾ പറയണം. ഓ അതല്ല നമ്മൾ രക്ഷികളല്ലേ? ആ യക്ഷികള് രക്ഷികളെ കൊല്ലണം. യക്ഷികളെ കൊല്ലണോ? യക്ഷിയൊന്നും ഇല്ലടാ. അത് മറ്റേ ലോക സിനിമയ്ക്കകത്താണോ? കല്യാണി പ്രിയദർശനെ കണ്ടിട്ടുണ്ടോ? യക്ഷിപ്പെണ്ണാന്ന്. അപ്പം ഇതുകൊണ്ട് റോഡിൽ യക്ഷിപ്പെണ്ണെന്ന് പോസ്റ്റർ കണ്ടിട്ട്. അതൊക്കെ സിനിമയല്ലേ, കാർട്ടൂൺ പോലെ. ആ ഇങ്ങോട്ടൊന്നും വരത്തില്ല. സീതത്തോട്ടിലില്ല യക്ഷി. യക്ഷിക്ക് സീതത്തോട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, വീടൊന്നും വാടകയ്ക്ക് കിട്ടത്തില്ല. അതല്ല ആ രക്ഷിക്കുണ്ടല്ലോ, ആ രക്ഷിക്ക് ആ നമ്മളൊക്കെ ഉണ്ടല്ലോ, രക്ഷ എന്താ ചെയ്യുന്നറിയോ? നമ്മുടെ രാത്രികാലം പറന്നു വരും. രാത്രിയിലോ? എന്നിട്ട് ആ രക്ഷയുടെ പട്ടിയെ വിളിച്ചോണ്ടും വരും. യക്ഷിക്ക് അതിന് പട്ടിയൊന്നുമില്ല. നമ്മുടെ അവിടെ അല്ലേ ഇത്രയും പട്ടിയുള്ളേ? അതല്ല രക്ഷയ്ക്ക് പറക്കുന്ന പട്ടിയുണ്ട്. വേറൊരു കാര്യമുണ്ട്, കിടുവെന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ പറമ്പ് നിറച്ച് പട്ടിയല്ലേ. യക്ഷിയും പട്ടിയും കൂടി ഇങ്ങനെ താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലൂക്ക ചാടി ഒരു ഒറ്റപ്പിടുത്തവാ. ഇല്ല നമ്മുടെ ലൂക്കയും പപ്പിച്ചെറുക്കനും കൂടെ യക്ഷിയുടെ പട്ടീനെ ആദ്യം പിടിച്ചു കൊല്ലും. പിടിച്ചു കൊല്ലത്തൊന്നുമില്ല, പക്ഷെ പിടിച്ചിവിടെ കെട്ടിയിടും. നമുക്കിവിടെ കെട്ടിയിട്ട് വളർത്താം. അതിന്തിനാ കൊല്ലുന്നേ? എന്തിനാ? നമുക്ക് വൈകിട്ട് ചോറും ഒക്കെ കൊടുത്ത് അച്ചാച്ചിയുടെ മീൻ പിടിക്കാനൊക്കെ കൊണ്ടുപോകും. കല്ലൂന്ന് പേരിടാം യക്ഷിയുടെ പട്ടിക്ക്. ആ എന്നിട്ട് യക്ഷി എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ താന്ന് അങ്ങോട്ട് വരുമ്പോൾ ഒറ്റപ്പിടുത്തം കുടിക്കണം അവിടെ മുടിയൽ. എന്നിട്ട് ഇവിടെ നിർത്തി അവളോട് പറയണം നാളെ തൊട്ട് കോഴിക്ക് തീറ്റ കൊടുക്കണം, പട്ടിക്ക് ചോറ് വെക്കണം, തുണി അലക്കണം. നമുക്ക് അവളെ കൊണ്ട് പണിയെടുപ്പിക്കാം. അവൾ പറന്ന് കിടന്ന് പണിയെടുക്കും. ആ യക്ഷിക്ക് നമുക്ക് ജോലി കൊടുക്കാം. ഓർത്ത് വയ്ക്കുക, സുലോമയ്ക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്ന യക്ഷി കിടുവിന് ചോറൊക്കെ വരുത്തരും. യക്ഷി നല്ല യക്ഷിയല്ലേ? നമ്മൾ വഴക്കുണ്ടാക്കുന്നില്ലല്ലോ, കടിക്കത്തില്ലപ്പോൾ. നമ്മൾ നല്ല സ്നേഹത്തിലല്ലേ യക്ഷിയുടെ അടുത്ത് ഇരിക്കുന്നേ. യക്ഷി ചേച്ചിന്ന് വിളിച്ചാൽ മതി. യക്ഷി ചേച്ചിക്ക് നല്ല ചുരിദാറൊക്കെ മേടിച്ചു കൊടുക്കണം. പിന്നെ വേറെ എന്താ, കിൻഡർ ജോയ് മേടിച്ചു കൊടുക്കണോ? കിൻഡർ ജോയ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യക്ഷി ഇവിടുന്ന് പോകത്തില്ല, പാവമായിട്ടങ്ങ് നിൽക്കും.
ആ ദീപ ചേച്ചിയുടെ കടയിൽ കൊണ്ടുപോകാം, ശബരി കൊണ്ടുപോകാം കടയിൽ. ശബരി കൊണ്ടുപോയാ ഇതങ്ങ് വിട്ടേ. ശബരി കൊണ്ടുപോയാൽ സൈക്കിൾ മുട്ടായി വെച്ചു. യക്ഷിക്കല്ലേ സൈക്കിൾ മുട്ടായി. വേറെന്താ മേടിച്ചു കൊടുക്കുന്നത്? പേരിടണ്ടേ യക്ഷിക്ക്? അവളെ പേരെന്തുവാ? അവിടെ തന്നെ ഇട്ടാൽ മതി രക്ഷി. യക്ഷിന്നോ? ആ അങ്കൻവാടി വിടുവോ? അംഗൻവാടിയിൽ വലുതല്ലേ? ആ വലുതാ അല്ലേ? നമുക്ക് വലിയ സ്കൂളിൽ ചേർക്കാം, കുഞ്ഞാറ്റയുടെയൊക്കെ സ്കൂളിൽ ചേർക്കാം. കുഞ്ഞാറ്റ സ്കൂളിൽ ചേർത്താ രക്ഷയെ കണ്ടാൽ എല്ലാവരും പേടിക്കും. നമ്മൾ ചുരിദാറൊക്കെ ഇടിപ്പിച്ചല്ലേ വിടുന്നേ? പൊട്ടുമൊക്കെ തൊട്ട് മുടിയൊക്കെ 2 വശവും കെട്ടി. അങ്ങനല്ല അപ്പ യൂണിഫോം വേണോ യക്ഷിക്ക്? അവക്കെന്നാ അതും മേടിച്ചു കൊടുക്കാം. യൂണിഫോം ഇല്ലാണ്ട് എങ്ങനെ സ്കൂളിൽ പോകും? ആ പറഞ്ഞത് ന്യായം. അപ്പം ഒരു കാര്യമുണ്ട്, പേരൻസ് മീറ്റിങ്ങിന് യക്ഷിയുടെ അച്ഛൻ വരാൻ പറയുമ്പോൾ അച്ഛൻ കൊണ്ട് പോകേണ്ടി വരുമോ? അതല്ല, സ്കേറ്റിംഗ് അല്ലേ? സ്കേറ്റിങ്ങോ? സ്കേറ്റിംഗും പഠിപ്പിക്കണം. ആ പാട്ട് പഠിപ്പിക്കുമോ? പിന്നെ ഐഡന്റി കാർഡ് മേടിക്കണം. ആ നമുക്ക് ഐഡന്റി കാർഡ് ഇതെല്ലാം യക്ഷിക്ക് നമ്മൾ മേടിച്ചു കൊടുക്കണം അല്ലേ? ഇല്ലാണ്ട് സ്കൂളിൽ ബാഗ് മേടിക്കണം. ആ അപ്പം എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഞാനുണ്ട്, കണ്ണനുണ്ട്, പുറത്തു നല്ല മഴയുണ്ട്. എവിടെ പോവാണ് എന്ന് വെച്ചാൽ എന്താണ് തിരപ്പ്? എവിടെ പോവാണ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു കളിക്കൂട്ടുകാരിയുണ്ട്. അതായത് കുഞ്ഞു പ്രായം തൊട്ട് ചെറുതിലെ തൊട്ട് എൻ്റെ +2 വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പം +2 വരെയുള്ള ജീവിതത്തിലെ സാഹസികത നിറഞ്ഞ നിമിഷങ്ങളെല്ലാം ഞാനും അവളും കൂടായിരുന്നു. ഞാനും അവളും കയറാത്ത ഒരൊറ്റ മരം ഈ 13-ാം വാർഡിലില്ലായിരുന്നു. അതുപോലെയായിരുന്നു, കയറാത്ത മരം കയറാത്ത വീട് ഒന്നുമില്ലായിരുന്നു. അത്രയ്ക്കും. അത് മാത്രമല്ല, മിക്ക ദിവസങ്ങളിലും അവൾ നമ്മുടെ ഈ വീട്ടിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഞങ്ങളൊരു വീട്ടിലായിരുന്നു. അതുപോലെ ഇണപിരിയ പ്രാവുകളെ പോലെ ആയിരുന്നു. പിന്നെ +2 കഴിഞ്ഞപ്പോൾ ഞാൻ ഡിഗ്രിക്കും അവള് നേഴ്സിങ്ങിനും ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞതാണ്. അപ്പോൾ ഇവളിപ്പോൾ പുറത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. വന്നിട്ട് കുറച്ച് ദിവസമായി, 5-6 ദിവസം കഴിഞ്ഞ് പോകും. അപ്പോൾ ഒന്ന് വീട് വരെ ഒന്ന് പോയിട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ അവളില്ലാത്തതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഒത്തിരി നാളായി. അപ്പോൾ അണ്ണാണി ഇപ്പോൾ വരും. അങ്ങനെ നമുക്ക് അവളെ ഒന്ന് കാണാം. ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നിങ്ങൾക്കൊക്കെ കാണത്തില്ല ഇങ്ങനെ ഒരു, അതെന്താ പുറകിൽ അങ്ങനെ ഗേറ്റ് തുറക്കണം. നടന്നു പോകാനുള്ളതേ ഉള്ളൂ, പക്ഷെ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പണ്ട് ഈ വീടല്ലായിരുന്നു നമുക്കും. അവക്കും ഈ വീടല്ലായിരുന്നു. അവളുടെ വീട് അവൾ പഠിച്ച് വലുതായി ലോണൊക്കെ എടുത്തു, അല്ലാണ്ടും ഒക്കെ അവളും വീട് വെച്ചു. നമ്മുടെ വീടോ നിൽക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ വീടും വേറെ രീതിയിലൊക്കെ ആയി. കാലം മാറി വളർന്നു. അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്കൊരു മോളുണ്ട്. കൂടെ പഠിച്ചവരുടെയൊക്കെ പിള്ളേരെയൊക്കെ കെട്ടിച്ച് വിടാറായി. അതാണിപ്പോൾ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പം അണ്ണാണിയും കിടുവും കൂടെ ഉണ്ട്. കണ്ടോ നമ്മുടെ ബോർഡ്? പട്ടിയൊക്കെ സൂക്ഷിക്കുക. അണ്ണാണിയും കിടുവും കൂടെ വരുന്നുണ്ടോ? ഞങ്ങളുടെ കുഞ്ഞിലത്തെ കഥകളെല്ലാം പറഞ്ഞു. അണ്ണാണിയും കൂടെ വേണമെങ്കിൽ രസമുള്ളൂ. ഇത് എടാ നിക്കടാ, ഈ ഇതെടുത്ത് ബാക്കോട്ടൊക്കെ അതൊന്ന് ഏത് പാട്ടാണ്? നമ്മൾ എവിടെ പോവാ? ആമീൻ്റെ അടുത്തോ? അപ്പൊ അവളുടെ പേര് രമ്യ എന്നാണ്. ഞങ്ങളൊക്കെ വിളിക്കുന്ന മുത്തെന്നാണ്. അങ്ങനെ നമ്മൾ മുത്തിന്റെ വീട്ടിലാണ് പോകുന്നത്. മുത്തിന്റെ വീട്ടിൽ ഞങ്ങൾ കാണുമ്പോൾ ചിരി തുടങ്ങും. പഴയ കഥകളൊക്കെ ഓർത്തിട്ട് ചിരി ഓടിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ആണോ അവള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെയായിരുന്നു. ഇവിടുന്ന് ഒറ്റ വളവേ ഉള്ളൂ, അപ്പുറം. പക്ഷെ ഞങ്ങൾ കുടുംബത്തോടെ വണ്ടിയെല്ലാം ഇറങ്ങിയേ നടന്നു മതി. പക്ഷെ കുടയില്ല, അത്രയും കുടയില്ല വീട്ടിൽ. ഇപ്പൊ കുടയൊന്നും കാണാനില്ല. പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും, ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. ഇപ്പൊ കുടയില്ല സത്യം പറഞ്ഞാൽ. എങ്ങനാ 1 2 3 അതിലൊരു 3 ഗായത്രി. അങ്ങനെ നമ്മള് നമ്മുടെ റോഡ് ഇതുകൊണ്ട് കോടയൊക്കെ പിടിച്ച് നായകൻ ഇറങ്ങുന്ന നോക്ക്. ഞാനിവിടുന്ന്
സ്വഭാവം ഇങ്ങനെയാ. ചിക്കനോ? അന്നാണ് ഇതാ ആമി ആമി ആയി വരാ എന്റെ കൂടെ എന്റെ പ്രായമുള്ളവർക്ക് കെട്ടിച്ചിടാറുള്ള മോളാ ഇത്, കണ്ടില്ലേ? നിനക്കെന്ത് നാണം? ഇങ്ങ വന്നേ വാടകട്ടെ. നീ അവിടെ പോയിട്ട് വന്നാണോ? എന്താണ് നിനക്ക് നാണം? ഇങ്ങോട്ട് വന്നേ. ഇതുപോലെ സാർ ഞാൻ മോഹിച്ചിട്ടില്ലെന്നോ? ഇന്ന് ഭയങ്കര കരച്ചില്ല. 2 മാസം കഴിയുമ്പോ മരിച്ചു പോകുന്നു. എന്റെ എന്തോടെ മരിച്ചു പറഞ്ഞു, ചത്തു പോകുന്നു. മറ്റേ എക്ഷിപ്പണി വരും. ആരെന്നറിയോ? ചന്ദ്ര അപ്പൊ ഇതാണ് മുത്ത്. അവിടെ ജോലി ചെയ്യുന്ന സ്ഥലം ദുബായ് ഹാസ്റ്റലിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ താഴെ കമന്റ് ഇടുന്ന ഇവളെ കണ്ടിട്ടുണ്ട്, ഇവളെ കണ്ടിട്ടുണ്ടെന്ന്. എന്റെ ഫാൻസ് പച്ചവെള്ളം ഇതൊന്നും വരില്ലല്ലോ അല്ലേ? ഇവിടെ ഇരിക്കണോ? അപ്പൊ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ചിരി കിട്ടും. ആമി യൂട്യൂബറാണ്. ഇതാണ് മുത്തശ്ശേച്ചിന്റെ അച്ഛൻ, അമ്മ. ആമി യൂട്യൂബറാണ്. ആമിയാണ് കൊറിയ പഠിക്കുന്ന. ആമിക്കൂടെ കോഴിയുണ്ട്. ആമിയുടെ പേര് 50 കോഴിയുണ്ട്. ആമി എന്റെ കൂടെ നിന്നും വരും. ഞാൻ എവിടെയൊക്കെ മുട്ട കൊടുത്തിട്ട് എന്തൊക്കെ മാർക്കറ്റ് പിടിക്കാനാ പറയുന്നുണ്ടോ? ആമയാണ് കോഴിയുടെ എല്ലാം വലിയ ആളാണ്. 8 രൂപയ്ക്കല്ല കോഴി കൊടുക്കുന്നത്, മുട്ട കൊടുക്കുന്നത്. അവിടെ 7 രൂപയ്ക്ക് കൊടുക്കും. മാർക്കറ്റ് നശിപ്പിച്ചേക്കാം. കുഞ്ഞിന് കൊടുക്കുമ്പോ കുഞ്ഞിന് വേണ്ട. ഇഷ്ടം പോലെ ചേച്ചി വേറൊരു സാധനം കൊണ്ടുവന്നില്ല. താഴോട്ട് പോകണമെന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ആറ്റുതീരോ എല്ലാം ഉള്ളത്. പക്ഷെ അവിടെ നമുക്ക് വേണ്ടപ്പെട്ട ചേച്ചി കുളിച്ചോണ്ടിരിക്കണോ? പതിവില്ലാത്ത കൊഞ്ചല് വണ്ടിയെ പോകുന്നതിനെ കൂടെ മുത്തിയാലെ പേർക്ക് എന്തെങ്കിലും മേടിച്ചേക്കുന്നു. നമുക്ക് ഒന്ന് ഇറങ്ങിച്ചാണോ? അതാ ഇത് കണ്ടോണ്ടാ സ്നേഹം. കഴിഞ്ഞ സെല്ലോടി കേട്ടേ, പിന്നെ ഞാൻ പോകുന്ന പരിപാടിക്കുക. മുത്ത് പോകുന്ന അച്ഛൻ പോകുന്നു. മുത്ത് പോകുന്ന കുറച്ച് ദിവസം കഴിഞ്ഞു കേട്ടോ. മുത്ത പിന്നെ എന്റെ കല്യാണത്തിന് വരുന്നത് അങ്ങനെ ചോദിച്ചോടാ. അത് പറയാൻ നാളെ ചൂടുണ്ടോ? ഇല്ല. ചൂടൊന്നും കുഞ്ഞിച്ച് ചായ തരട്ടെ. അയ്യടാ അയ്യടാ കുഞ്ഞ്. അന്ന് ഞാൻ ഇങ്ങനെ ദീവനോട് പറയായിരുന്നു, നമ്മള് രണ്ടൊരു രഹസ്യം പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് കുറച്ചേണ്ട് പോവാം. ഇല്ലില്ല, തുണി അടിച്ചെടുക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. പണ്ടത്തെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ, അതായത് +2 വരെ മരം കയറല്ലേ? അതുണ്ട്. അത് വേറെ അല്ലാണ്ട് സന്ധ്യ ഇങ്ങനെ ഇവിടെ നിൽക്കും. വെല്ലിച്ചനോട് ചോദിക്കണം, വെല്ലിച്ച സംഭവം വന്നാലേ ഇവളെ കൊണ്ട് അങ്ങോട്ട് പോകാൻ അവിടെ കിടക്കാൻ. അയ്യോ, ഞങ്ങൾ വെല്ലിച്ചനെ കുറേ നടന്ന് ചോദിക്കായിരുന്നു, മുത്തിനെ കിടക്കാൻ വിടാവോ, ഉറങ്ങാൻ വിടാവോ. ചേച്ചിന്റെ അടുത്ത് കൊറേ കഥ ഉണ്ടെന്ന് പറഞ്ഞ ചേച്ചി പറയണം.
ഞങ്ങളുടെ കമ്പൈൻ പരീക്ഷയുടെ തലേന്ന് വരെ ഇരുന്ന് പുറത്ത് അവിടെ മുറ്റത്ത് റബ്ബർ തോട്ടത്തിൽ പോയിട്ട് പായം കൊരിക്കും. അവിടെ ഇരുന്നിട്ട് കഥ പറഞ്ഞു ഉച്ചക്കായിരിക്കും പരീക്ഷ. 12 മണി വരെ ഇരുന്ന് കഥ പറയും. പഠിത്തം ഒരു 4-5 കഥ ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ കഥ നമ്മുടെ കിളിയെ പിടിത്തം. എന്നിട്ട് ഞങ്ങള് കരിയിലേക്ക് മറ്റേ സയൻസ് എക്സിബിഷൻ, നിഴലായി കളിക്കത്തില്ല. സയൻസ് എക്സിബിഷൻ അല്ല, ഡെഡ് ബോഡി കാണാൻ പോയതാണ്. ഇതാണ് എന്റെ ഭർത്താവിന്റെ അനിയൻ കണ്ണൻ. കണ്ണൻ. ഇതാണ് കണ്ണൻ മുതലാളി, മുണ്ടൻ മുതലാളി. എന്താടാ കണ്ണൻ മുതലാളി ഇവരിടയ്ക്ക് വന്ന് വിളിക്കുന്ന കണ്ണാനി ഉറങ്ങടാ. ദിവണ ഇപ്പൊ 2ാമത്തെ ചായയാണ് വീട്ടിൽ നിന്ന് കുടിക്കുന്നത്. എന്നോട് പറഞ്ഞു. ഞാനാണെ കുറെ നേരം കണ്ണാടി വാന്ന് പറഞ്ഞിട്ട് എന്നോട് ഞാൻ മുട്ടിനോട് ചായ കുടിക്കുമായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. മുത്തിന്റെ സെറ്റപ്പ്. ആ ഇവന് വീട്ടില് ചെറുതോ വീട്ടിലുണ്ടോ ഭജനം കിട്ടിട്ടുള്ള ഇതാണ് മുത്തിന്റെ സെറ്റപ്പ് അല്ലടാ. ഇത് ഇരിക്കത്തില്ലേ? അതിന് പാടുന്നില്ല മനസ്സിലായില്ലേ? എനിക്ക് പിന്നെ നിൽക്കുന്നില്ല. അതവിടെ നിക്കില്ല. മഴയാ. കാരണം കഴിക്കില്ല. ചിക്കൻ ഫ്രൈ പിന്നെ പറഞ്ഞത് ഞാനവിടെ വീട്ടിലുണ്ടാക്കി വെച്ചേ. അത് അമ്മ വന്ന് പറഞ്ഞില്ല ഫ്രൈ ആക്കി. ഞാൻ എയർ ഫ്രയർ കൊണ്ടുവന്നു. എന്നിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യും, അതാകുമ്പോ എണ്ണ വേണ്ടല്ലോ. ചിക്കൻ വായിക്കുക, വരയുക. പക്ഷെ നാടകം ഇല്ലാണ്ട് ഹെൽത്തി ആയിട്ട് കഴിച്ചിട്ട് പഴം വരുന്നില്ല. അത് ഞാൻ ഭയങ്കരമായിരിക്കും. ഷുഗർ കട്ടാ നാല് വെച്ചാലും ഞാൻ ഷുഗർ കട്ട പുറത്ത് പിന്നെ സേമിയ പൈസ കുടിച്ചു. ഇത് നമ്മുടെ ഈ അടുത്ത ഫിലിം വരാൻ പോലെ എന്നെ വിളിച്ചോ നീ? അതിനിടക്ക് നിങ്ങൾ സിനിമയ്ക്ക് പോയല്ലേ? ഇവനെ കൊണ്ട് കഴിഞ്ഞ ദിവസം പോയപ്പോണ്ടല്ലോ, ഒരു പെൺകൊച്ച് തിയേറ്ററിൽ ആ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടോ, ഞാൻ കറങ്ങി തിരിഞ്ഞു പോയി നോക്കുന്നു അവിടെ പുറകെ. ഒരു പെണ്ണ് പുറകെ ഇങ്ങനെ മൊബൈൽ പറഞ്ഞു ഇങ്ങോട്ട് വന്നു. അപ്പൊ അവളുടെ പുറകെ യൂട്ടേൺ എടുത്ത് വന്നിരിച്ചു. അതെ, അത് നമ്മളേത് കാണാൻ പോയപ്പോഴാടാ സോഡാപാപ്പന്റെ പടം. സോഡാപാപ്പന്റെ പടം ഇവിടെ പേരെന്തായിരുന്നു? അമ്മേനും കൂടി ഇത് പിടിച്ചേട്ടെ. അമ്മീന്ന് ലീവാണോ? ലീവ് എടുക്കും. ഞാൻ പറഞ്ഞിട്ടല്ലേ. അല്ല സത്യം സത്യം. അമ്മ സത്യം. അമ്മയ്ക്ക് ഞെട്ടോ? ഞാൻ പറയുന്നത് കേൾക്കുവോ? നീ ട്യൂഷൻ പോയനെ? ട്യൂഷൻ കഴിഞ്ഞപ്പോഴും ടീച്ചറിന്റെ വിഷമമാണ്. 4 ദിവസം ഇവിടെ ബാംഗ്ലൂരായിരുന്നു ക്ലാസ് മിസ്സാക്കി. ദൂരം കഴിയിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഞാൻ കൈ നീട്ട് കപ്പലിട്ട് തിന്നോണ്ട് ഇപ്പൊ കൈ നീട്ടി എന്റെ കൈ തുപ്പി തന്നത്. എല്ലാം പറഞ്ഞു എല്ലാം പറഞ്ഞു. ഇനിയുണ്ട് കുറെ ഉണ്ടോ? എല്ലാ നാട്ടുകാരും അറിയട്ടെ ലാമി, ആളുകൾ അറിയട്ടെ, 4 ആളെ അറിയട്ടെ. നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് മുല്ലപ്പൂ കട്ടി കുടിച്ചിരിക്കുമ്പോ നീ ഓണം വന്നിട്ട് അത് കൂടി എടുത്ത് കളഞ്ഞില്ലേ? ഞാൻ നാട്ടിൽ വന്നിട്ട് എല്ലാം മഴ നനഞ്ഞിട്ടോ, ഒറ്റ മഴ മിസ്സാക്കിയിട്ടില്ല. ഈ മഴയില് പ്രതീക്ഷിക്കാം. എല്ലാ മഴയും ഞാൻ നനഞ്ഞിട്ടുണ്ട്. അല്ല എനിക്ക് ഇവിടുത്തെ സൗണ്ട് കുറച്ചുകൂടെ നല്ല സാധനം. അപ്പൊ നീ പറിക്കോ? എടി ആമേൽ കൂടെ എടുത്തില്ലേ കഴിവ് നല്ല എനിക്ക് തല അവൻ ഇരുന്നതും ചേച്ചി എനിക്ക് വേണ്ട വേണ്ട, ഞാൻ കുഴപ്പമില്ല. ഇതിലോ ഇതിലോ
ഫ്രഷ് ആയിട്ട് പറിച്ച 2 ദിവസമായില്ല നിലത്തിടുന്ന ഒരു പുളിപ്പില്ലേ നല്ലതായിട്ട്. ഞങ്ങൾ ഈ മരത്തിനിടയിൽ കൂടെ വന്നു. ഈ കട്ടിക്കാരായ ഇറക്കി ഇറങ്ങ താഴെ ഇറങ്ങ്. നിനക്ക് എന്തിനാ നീ ഒക്കത്ത് കയറിയിരിക്കുന്നു? ചെരുപ്പില്ലാണ്ട് പറമ്പിലിറങ്ങാത്തൊരു മോൻ. മകൻ മൊത്തം ഇവിടെ ഒരു കൂട്ടിന്റെ അട്ട. അട്ടയോ? അത് നീളമുണ്ട്. പെരുമാളട്ടയോ? അതെന്താ പെരുമാളട്ട അതെന്താ പെരുമാൾ? കൊടയടിച്ചേ കൊടങ്ങ ആകെ 2 കൈ കൊണ്ട്. എടാ നീ അങ്ങ് വരുവടാ. ആദ്യം ഒക്കത്തൂന്ന് ഇറങ്ങടാ. അയ്യേ, കരാട്ടയ്ക്ക് പോയപ്പോ ഒരു പെണ്ണിന്റെ ഒക്കത്ത് കയറിയിരുന്നു ഒരാഴ്ച. അതോടുകൂടി ആ പഠിത്തം അങ്ങ് നിന്ന്. ടീച്ചറെ കടിച്ച്. പാട്ട് പഠിക്കാൻ പോയ ടീച്ചറെ കടിച്ച്. കണ്ണ നയൻതാരെ പോലെ ലൈറ്റ് ആയിട്ട് നിന്റെ വയറ് കാണുന്നുണ്ട്. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. പാട്ട് കേട്ടോ, പാട്. ഓരോലിക്ക് മുള്ളോ കഴുകണ്ട. കണ്ണ എന്താ കണ്ണ മുഖത്തൊരു വിഷമം? ആ രാമിയോ കണ്ണൻ അറിയാവോ? കണ്ണൻ ഇതൊക്കെ കണ്ട് വളരുന്നതേ ഉള്ളൂ. അച്ഛ കഴിക്കുന്നുണ്ടോ? മധുരം ഉണ്ടോ? ആ മധുരം ഉള്ള ഒരെണ്ണം കിടൂടെ കൊടുത്തേ. അത് നല്ല മധുരമുള്ള പഴുത്ത. വാ കിടുവേ. നീ പന്ന കിടുവാണോ അഴുക്ക കിടുവാണോ? അഴുക്ക ചെറുക്കൻ. ആ അത് തന്നെ. കയറിപ്പാം. നീ എന്നെ ചേച്ചിയൊന്നും വിളിക്കല്ലോ മോളെ. നിന്റെ അമ്മയെക്കാട്ടി മൂത്തതാ. നീ എന്നെ വല്ല അമ്മായിന്നോ ആന്റിന്നോ വിളിച്ചാ ദീപനെ അങ്ങനെ വിളിക്കാം. ദീപു നോക്കുമ്പോ മാമാന്ന്. ഇപ്പൊ വെള്ളത്തെ മുക്കാൻ ആരും ഇല്ലാണ്ട. കോഴിയെ മുക്കുന്ന വെള്ളത്തെ മുക്കും. വീടിന് സ്ലൈറ്റ് ഇല്ലല്ലോ. അത് ഇലക്ട്രിക് സ്ലൈറ്റ് ആണ്. പിന്നെ ഇതോ ഇതിങ്ങനെ റബ്ബർ പോലെ ഇപ്പത്തെ പിള്ളേർക്ക് അറിയില്ല. അത് ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് തുടയ്ക്കുക, എന്നിട്ട് കല്ല് പെൻസിൽ വെച്ച് എഴുതുക, അല്ലെ ചോക്ക് വെച്ച് എഴുതുക, ഇത് വെച്ച് തുടയ്ക്കുക. എടുത്തിട്ട് കൊണ്ട് എഴുതിച്ചിട്ടൊന്ന് തുടപ്പിക്കുക. സംഭവം 10 പട്ടി. എന്നെ കടിച്ചാലോ? സംഭവം 10. ആ ഉണ്ട്. ഓ നിങ്ങളും പോര്. വാ വേണേ ഒരു ചായ പിടിച്ചിട്ട് വരാല്ലേ? വേണോ? എന്നാ വാ നമുക്കൊരു ചായ പിടിച്ചിട്ട് വരല്ലേ? ചായ പിടിച്ചിട്ട് ആ സ്കീം എങ്ങനെയുണ്ട്? ഓ മെനക്കെട്ട ജോലിയല്ലേ. ചേച്ചി ചേച്ചി കുളിക്കാൻ പോയി തെരഞ്ഞു. എല്ലാരും വീഡിയോ തൽക്കാലം ഒന്ന് ഒതുക്കി വെച്ചു. അല്ല പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ചായ മേടിച്ചു തരും. ചെലവ് കഴിഞ്ഞു.
എന്തിന്റെ ആമയ്ക്ക് കിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അവിടെ സ്വർണ്ണം അടി. സ്വർണ്ണം അടി. 500 രൂപ ആഹാ അതാണ് ഞങ്ങൾ ചിറ്റാനോട് ഐസ്ക്രീം എന്റെ ആമിയുടെ അത്രയും സ്വർണ്ണം മുത്തേ സ്വർണ്ണമാണോ? സ്വർണ്ണ എന്റെ ആമിയുടെ അത്രയും പാവം ഒരു കൊച്ചു വേറെ ഇല്ല. നല്ല എടുക്കണേ ആമി അല്ല ആമി പറഞ്ഞേ 500 രൂപയും തരാം 2 ഐസ്ക്രീം തരാം. ഒന്ന് വീകാനായിട്ട് വണ്ടർലാക്ക് ഉണ്ട് ഇതിന് ഒരുതാ വണ്ടർലാക്ക് എത്ര ആയിരിക്കണോ? സതീമളെ പറ്റിച്ചേക്കണോ? 2000 രൂപ മേടിച്ചിട്ട് ആമിക്ക് 900 രൂപ കൊടുത്തു. 2000 രൂപ മേടിച്ചിട്ട് 900 രൂപ. 900 അല്ലേ? കഴിഞ്ഞ ഇന്നലെ അറിയത്തില്ലായിരുന്നു. 2000 രൂപ മേടിച്ചിട്ട് 900 രൂപ കൊടുത്തേ. കണ്ണാ 100ന്റെ 5 നോട്ട് കേക്ക്. എടാ 100ന്റെ 5 നോട്ട് 20 രൂപയുടെ 10 കോയിൻ 10 രൂപയുടെ 10 കോയിൻ ശബരിന്ന് ഒരു ചോക്കബാർ പിന്നെ ഒന്ന് വണ്ടർലായി കൊണ്ട് വേണമെങ്കിൽ മതി. പിന്നെ ചോദിക്കല്ലേ നാളെ ചോദിക്കല്ലേ? ഇല്ലേ 1 ലക്ഷത്തിന് പൂജ്യം ഉണ്ടെന്ന് പറ. അതെ അതെ എത്ര പൂജ്യം ഉണ്ട് ഇപ്പൊ പറയും ചമ്മി ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഒന്നും കൂടെ 5 ചെറിയ വ്യത്യാസം. ഒരു പൂജ്യത്തിന് വിലയില്ലല്ലോ, കുഴപ്പമില്ല. 7 തെറ്റ് കറക്റ്റ് പറ 1 ലക്ഷം രൂപ കൊടുത്താലും ഒരു പവൻ എത്ര? ദൈവം വേണം അവിടുന്ന് പോയി ഈ മുട്ടയെ തരിയാത്ത കൊച്ചിനോട് ഇപ്പൊ ഒരു ശരിയാവും. പൂജ്യം ഉണ്ടോ? 1 കോടി രൂപ പഠിച്ചോ? ടാറ്റു തന്നാ. ഞാൻ കടി ആ ചായക്കടയിലാണ് നമ്മുടെ ലക്ഷ്യം. ഇവരെല്ലാം ഇറങ്ങും. ഈ നൈറ്റ് ഇട്ടുകൊണ്ട് ടൗണിലോട്ട് ഇറങ്ങാൻ എനിക്കൊരു നാണം. അതുകൊണ്ട് ഇറങ്ങുന്നില്ല. കിടുനെ വിളിക്കുന്നു. അപ്പയ്ക്കൊരു ചായ മേടിച്ചോണ്ട് പൈസയൊക്കെ ഞാനങ്ങ് കൊടുത്തോളാം. നീ ചായ മേടിച്ചോണ്ട് തന്നാ ഞാൻ ഈ നൈറ്റ് ഒക്കെ ഇട്ടുണ്ട് എങ്ങനെ അങ്ങോട്ട് വരുന്ന മോശമല്ലേ? ഈ 2 എണ്ണത്തിന് ഒരു പ്രായമാണോ? അത് ടാറ്റു തന്നല്ലേ? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ പറ. എടാ എനിക്ക് അവിടെ പുതിന ചായ കണ്ണാടി ഇറങ്ങി ചായ മേടിക്കാം. എനിക്കൊരു പുതിന ചായ മതി കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ചേച്ചിക്ക് എന്താ വേണ്ടേ? ചേച്ചിക്ക് പുതിയ ചായ വേണം. വരുന്നോ? ഞാൻ വരണോ? എന്നെ വന്ന് ഞങ്ങള് ചപ്പലും ജീൻസും കിട്ടിക്കുന്ന മോഡേൺ ഗേളിനെ കണ്ടോ? തിലോപ്പി ആരും അറിയിപ്പം. ആ തുലോമ ഇപ്പൊ നല്ല വയലന്റ് ആയിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ ചായ കൂടി കഴിഞ്ഞ് ഞങ്ങൾ മീൻ മേടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ മീനിന്റെ വില കൊണ്ടോ എല്ലാം 100 രൂപയുള്ളൂ. എടാ ഒന്നിനും എടുത്തോടാ. ബാക്കോ പോയേക്കാം നമുക്ക്. ഇത് കടലിലാണ്. ചൂണ്ട കുറച്ച് വെള്ളത്തിൽ ഇട്ട് നോക്കിയാൽ ഇവിടുത്തെ ബ്ലാഞ്ചിൽ അട്രാക്ട് ആവുമെന്ന് അറിയായിരുന്നു. എടാ ഇതെന്തുവാടാ ഇത്? എടാ ഇതിന് ഇരട്ടിയുടെ ഇരട്ടിയുള്ള നമ്മൾ ചൂണ്ട പൊക്കുന്ന.